ഓം നമ ശിവായ. ജനുവരി 12 ദേശീയ യുവജന ദിവസമായി ആഘോഷിക്കപ്പെടുന്ന ദിവസമാണ്. ഭാരതീയ വേദാന്തത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച യുവസന്യാസി സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് നമ്മൾ ഇങ്ങനെ ആഘോഷിക്കുന്നത്. ലോകത്തിന് മുമ്പിൽ ഭാരതീയ ദർശനങ്ങളെയും ഭാരതീയ വേദാന്തത്തെയും ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പ്രബുദ്ധനായ സന്യാസിയുടെ നിയോഗം. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മളിത് കേട്ടിട്ടുണ്ട്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധിത. അതായത് ഉണരൂ, ജാഗ്രവത്താകൂ, ലക്ഷ്യമെത്തുന്നതുവരെ അമാന്തം അരുത് എന്നാണ് ഈ യുവസന്യാസി ലോകത്തിനോട് ആഹ്വാനം ചെയ്യുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ എങ്ങോട്ടാണ് പോകേണ്ടത്? നമ്മുടെ ലക്ഷ്യം എന്താണ്? അദ്ദേഹം ഭാരതത്തിലെ യുവജനങ്ങളോട് പറഞ്ഞത് ഇതാണ്: നായ്ക്കളുടെ കുര കേട്ട് ഭയന്നു പോകേണ്ടവരല്ല നിങ്ങൾ. നിങ്ങളുടെ ഉള്ളിലുള്ള ഊർജം ഉപയോഗിച്ച് നിങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥകളിലേക്ക് എത്തിച്ചേരണം. നിങ്ങളുടെ നിയോഗങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെയാണ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, പുരോഗമന പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്ന ദാർശനികനായ ഈ സന്യാസി ശ്രേഷ്ഠനെ സാമൂഹിക പരിഷ്കർത്താവായിട്ട് അംഗീകരിക്കുകയും അദ്ദേഹത്തിനെ ആരാധനയോടുകൂടി അവരുടെ ഫ്ലെക്സ് ബോർഡുകളിലേക്ക് വയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സ്വാമി വിവേകാനന്ദൻ യഥാർത്ഥത്തിൽ ആരായിരുന്നു? അദ്ദേഹം ഒരു വിപ്ലവം മാത്രം നയിച്ച ഒരു സന്യാസിയായിരുന്നോ, അതോ അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ അല്ലെങ്കിൽ ഉദ്ബോധനങ്ങൾ യഥാർത്ഥത്തിൽ നമ്മെ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സഹായിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജന്മദിനത്തിൽ വളരെ മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പുസ്തകം ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ്. പുസ്തകത്തിൻ്റെ പേര് ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നാണ്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ ചെറിയൊരു അടിക്കുറിപ്പായിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നത് നൺ ഹാസ് പവർ ടു ഡിസ്ട്രോയ് ദ അൺചേഞ്ചബിൾ എന്നാണ്, സ്വാമി വിവേകാനന്ദ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇദ്ദേഹം യുവതയെ ആഹ്വാനം ചെയ്തു എന്നുള്ളതാണ്, അല്ലെങ്കിൽ യൂത്തിനെ ആഹ്വാനം ചെയ്തു. അപ്പോൾ യൂത്ത് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഡിഫൈൻ ചെയ്യുന്നത് പോലെ ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആളുകളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല അതിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. റിനൈസാൻസ് പീരീഡിനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. വിശ്വസാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻറ്റാണ് റിനൈസാൻസ് അല്ലെങ്കിൽ നവോത്ഥാനം. ഈ നവോത്ഥാന നായകന്മാരിൽ പ്രമുഖനായിരുന്ന ഒരാളായിരുന്നു ക്രിസ്റ്റഫർ മാർലോ. അദ്ദേഹത്തിൻ്റെ ലോകപ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്, ഡോക്ടർ ഫോസ്റ്റസ് എന്ന നാടകം. എല്ലാ അറിവുകൾക്കും അതിൻ്റേതായ പരിധിയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നെക്രോമാൻസി അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് പഠിക്കാൻ വേണ്ടി പോകുന്ന, ബ്ലാക്ക് ആർട്ട് പഠിക്കാൻ പോകുന്ന ഡോക്ടർ ഫോസ്റ്റസ് എന്ന മാന്ത്രികൻ്റെ കഥയാണ് നമ്മൾ ഡോക്ടർ ഫോസ്റ്റസ് എന്ന നാടകത്തിൽ കാണുന്നത്. ഈ നാടകത്തിൽ യഥാർത്ഥത്തിൽ മാർലോ നമ്മുടെ മുമ്പിൽ വച്ച് നീട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് റിനൈസാൻസ് സ്പിരിറ്റാണ്. ദ അബ്സല്യൂട്ട് റിനൈസാൻസ് സ്പിരിറ്റ്. അബ്സല്യൂട്ട് റിനൈസാൻസ് സ്പിരിറ്റ് എന്ന് പറയുന്നത് സെർച്ച് ഫോർ ട്രൂത്ത് ആണ്, അല്ലെങ്കിൽ ക്വസ്റ്റ് ഫോർ നോളജ് ആണ്, അറിവിന് വേണ്ടിയുള്ള അദമ്യമായ ദാഹം. അതുകൊണ്ട് അങ്ങനെ അറിവിന് വേണ്ടി അന്വേഷിച്ച് പോകുന്നവരെ അദ്ദേഹം വിളിക്കുന്നത് തന്നെ എറ്റേണൽ യൂത്ത്ഹുഡ് എന്നാണ്, അല്ലെങ്കിൽ അനശ്വരമായിട്ടുള്ള യുവത്വം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാമി വിവേകാനന്ദൻ്റെ ഈ ഒരു ജന്മദിനത്തിൻ്റെ അനുസ്മരണ സന്ദേശമായിട്ട് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ക്രോണോളജിക്കലായുള്ള ഒരു ഇയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഏജ് അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ഈ പറയുന്ന യുവത്വത്തിനെയാണ്. ആ യുവത്വം എപ്പോഴും ശ്രമിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? ഫൈൻഡ് ഔട്ട് ദ അൾട്ടിമേറ്റ് ഗോൾ. അപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്ന് പറയുന്നത്. ഇപ്പോൾ ഭാരതീയ ദർശനങ്ങളുടെ ഏറ്റവും വലിയ പ്രാമാണികനായിരുന്ന സ്വാമി വിവേകാനന്ദൻ, നമുക്കറിയാം അദ്ദേഹം വളരെ വലിയൊരു യുക്തിവാദിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ കണ്ടെത്തുന്ന ആ ഒരു നിമിഷത്തിലാണ് അദ്ദേഹത്തിൽ ഈ പറയുന്ന ഇന്നർ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരു അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു, നീ എന്താണ് ഇത്രയും വൈകിയത്? അത് യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത് ഗുരുപരമ്പരകളുടെ അനുസ്യൂതമായ ഒരു പ്രവാഹത്തിനെയാണ്. ഗുരുവിൻ്റെ കൃപയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുക. ഗുരുവും ശിഷ്യനും പരസ്പരം കണ്ടുമുട്ടപ്പെടുമ്പോൾ, അവ പരസ്പരം പൂരകങ്ങളായി തീരുമ്പോൾ അനുഭവിക്കുന്ന
ഏറ്റവും ഉദാത്തമായ അനിർവചനീയമായിട്ടുള്ള ആ ഒരു മാനസിക ഭാവമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ ആദ്യത്തെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഈസ് ദ സോൾ ഇമ്മോർട്ടൽ എന്നാണ്. ആത്മാവ് അനശ്വരമാണോ എന്നുള്ളതാണ് അദ്ദേഹം ഉയർത്തുന്ന ചോദ്യം. നൺ ഹാസ് പവർ ടു ഡിസ്ട്രോയ് ദ അൺചേഞ്ചബിൾ. ഇത് ഭഗവത്ഗീതയിലെ കോട്ടാണ്. ആർക്കും തന്നെ അൺചേഞ്ചബിളായിട്ടുള്ള അല്ലെങ്കിൽ ഒരിക്കലും നശിപ്പിക്കപ്പെടാൻ കഴിയാത്തതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. എത്ര മനോഹരമായിട്ടുള്ള ഒരു വരിയിലൂടെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്ന അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: ഇൻ ദ ഗ്രേറ്റ് സാൻസ്ക്രിറ്റ് എപ്പിക് ദ മഹാഭാരത ദ സ്റ്റോറി ഈസ് ടോൾഡ് ഹൗ ദ ഹീറോ യുധിഷ്ഠിര വെൻ ആസ്ക്ഡ് ബൈ ധർമ്മ to tell what was the most wonderful thing in the world, replying that it was the persistent belief of mankind in their own deathlessness. In spite of their witnessing death everywhere around them, almost every moment of their lives. മഹാഭാരതത്തിലെ ഒരു കഥ ഇവിടെ ഉദാഹരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. മഹാഭാരതത്തിൽ യുധിഷ്ഠിരനും യക്ഷനും തമ്മിലുള്ളൊരു സംവാദമുണ്ട്. യഥാർത്ഥത്തിൽ അത് ധർമ്മ ആണ്, അല്ലെങ്കിൽ ധർമ്മദേവനാണ് അവിടെ അങ്ങനെ വന്ന് യുധിഷ്ഠിരനുമായിട്ട് സംവാദം നടത്തുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഭാരതീയ രാജപരമ്പരകളിലൊക്കെ രാജാക്കന്മാരുടെ ക്വാളിറ്റി എന്താണ്, നമ്മുടെ ഭരണകർത്താക്കളുടെ ക്വാളിറ്റി എന്താണ് അല്ലേ. അവിടെ ഓരോരുത്തരുടെയും ഏത് തരത്തിലൊക്കെയുള്ള ടെസ്റ്റിങ്ങിനാണ് അവർ വശംവദരാകേണ്ടി വരുന്നത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം ഇതാണ്: ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താണ്? അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, നമ്മുടെ ചുറ്റാകെയുള്ള ഓരോ ആളുകളായിട്ട് മരിച്ചു വീഴുമ്പോഴും അല്ലെങ്കിൽ ഓരോരുത്തരായിട്ട് മരിച്ചു പോകുന്നത് നമ്മൾ കാണുമ്പോഴും നമ്മൾ ഒരിക്കലും തന്നെ നമ്മുടെ മരണത്തെക്കുറിച്ച് ബോധറാവുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വറീഡാകുന്നില്ല എന്നുള്ളതാണ്. നമ്മളതിനെ കുറിച്ച് വ്യാകുലപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യമെന്ന് യുധിഷ്ഠിരൻ പറയുന്നു. In spite of all arguments to the contrary urged in different times by different schools, in spite of the inability of reason to penetrate the veil of mystery which will ever hang between the sensuous and the supersensuous worlds, man is thoroughly persuaded that he cannot die. നമുക്കിവിടെ അറിയാവുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഇന്ദ്രിയ ബോധത്തോടെ നമ്മൾ ജീവിക്കുന്ന ഒരു ലോകം, ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ള മറ്റൊരു ലോകം അല്ലേ, സെൻഷ്വസ് വേൾഡ് ആൻഡ് സൂപ്പർ സെൻഷ്വസ് വേൾഡ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് ഫിലോസഫി ഉണ്ട്, ധാരാളം ഈ വേദാന്തം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫിലോസഫിക്കൽ സ്കൂളുകളുണ്ട്, ദാർശനികമായിട്ടുള്ള പ്രസ്ഥാനങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും സ്റ്റിൽ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നമുക്കൊരിക്കലും മനസ്സിലാക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മൾ മരിച്ചു പോകും, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും, ഞാൻ ടോട്ടലി ഇല്ലാതാകും എന്നൊരു വിശ്വാസത്തിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നാണ് സ്വാമി പറയുന്നത്. ഇനി പറയുന്നു, there stands a fact unchallenged and unchallengeable, the fact, the wonder which the Mahabharata points out as the inability of our mind to conceive our own annihilation. അല്ലേ, മഹാഭാരതത്തിൽ പറയുന്ന സംഗതി ഇതാണ്: നമുക്കൊരിക്കലും നമ്മുടെ അനിഹിലേഷൻ, അതായത് നമ്മുടെ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും തന്നെ കൺസീവ് ചെയ്തെടുക്കാൻ കഴിയില്ല, നമുക്കൊരിക്കലും അതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയില്ല അല്ലേ. അതുകൊണ്ടാണ് ഒരാളുടെ മരണവാർത്ത കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നു കഷ്ടം അല്ലേ, പാവം എന്നൊക്കെ പറയുന്നു. നമുക്കൊരിക്കലും ശരിക്കും പറഞ്ഞാൽ സിമ്പതൈസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നാളെ നമ്മളുണ്ട് എന്നൊരു ബോധം നമുക്കുണ്ടെങ്കിലും നമ്മളതിനെ റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ടോട്ടൽ അനിഹിലേഷനെ കുറിച്ച്, അതിനുശേഷം പോകുന്ന ഒരു അബ്സല്യൂട്ട് വോയിഡിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും പൂർണ്ണമായിട്ടും ബോധവാന്മാരാകുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ആകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈവൻ ടു ഇമാജിൻ മൈ ഓൺ അനിഹിലേഷൻ ഐ ഷാൽ ഹാവ് ടു സ്റ്റാൻഡ് ബൈ ആൻഡ് ലുക്ക് ഓൺ ആസ് എ വിറ്റ്നസ്. ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ തന്നെ മരണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധവാനാകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സത്തയിൽ നിന്ന് മാറി നിന്ന് ഒരു വിറ്റ്നസ്സിനെ പോലെ, അല്ലെങ്കിൽ ഒരു സാക്ഷി ഭാവത്തിൽ, അല്ലെങ്കിൽ ഒരു സാക്ഷിയായിട്ട് തൻ്റെ മരണത്തെ നോക്കിക്കണ്ടാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പം നമുക്ക് ആലോചിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, നമ്മുടെ സ്വന്തം മരണം നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളിങ്ങനെ മരിച്ച് കിടക്കുന്നതായിട്ട് ആലോചിച്ച് നോക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് യഥാർത്ഥത്തിൽ ഭയങ്കരമായ ടെൻഷൻ വരുന്നില്ല, ശരിക്കും കൗതുകമാണ് വരുന്നത് അല്ലേ. ആരൊക്കെയാണ് വരുന്നത്, ആരൊക്കെ നമ്മളെ നോക്കി വിലപിക്കുന്നു. അപ്പോൾ കാരണം ഇത് കാണുന്നത് ആരാണ്? മാറി നിന്ന് കാണുന്നത്, സാക്ഷിഭാവത്തിൽ കാണുന്നത് നമ്മുടെ ഉള്ളിലുള്ള എന്തോ ഒരെണ്ണമാണ് അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അൺചലഞ്ചബിൾ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ അൺചേഞ്ചബിൾ എന്ന് വിളിക്കുന്നു എന്നാണ്. The permanence of the external world is inevitably joined to the permanence of the internal. അപ്പോൾ ആന്തരിക ലോകം എന്ന് പറയുന്നത് ബാഹ്യമായ ലോകവുമായിട്ട് കണക്റ്റഡ് ആണ്. ബാഹ്യമായിട്ടുള്ള ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ പ്രകൃതി നശിച്ചു പോകുന്നില്ല എങ്കിൽ ആന്തരികമായിട്ടുള്ള ഇതും എന്ത് ചെയ്യുന്നില്ല, നശിച്ചു പോകുന്നില്ല. അപ്പോൾ പ്രപഞ്ചം ഇവിടെ തന്നെ ഉണ്ട് അല്ലേ. നമുക്കൊരിക്കലും അതിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നില്ല. എന്നാണ് ഇതിൻ്റെ ഒറിജിൻ? നമ്മൾ പല തിയറീസ് പറയുന്നുണ്ടെങ്കിലും ആക്ച്വലി ഇതിൻ്റെ ഒരു ബർത്ത് എന്നാണ്? ഇത് പൂർണ്ണമായിട്ടും നശിക്കുമോ അല്ലേ. അപ്പം നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ദ ഗ്രേറ്റ് അട്രാക്ടർ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി അതിൻ്റെ സെൻറ്ററിലേക്ക് ഈ എൻ്റയർ കോസ്മോസിനെ വലിച്ചടുപ്പിച്ച് ഏറ്റവും അവസാനം എന്ത് ചെയ്യുന്നു, എല്ലാം ഒന്നുമില്ലാതെ ശൂന്യതയിൽ, നിതാന്തമായ ശൂന്യതയിൽ ഒടുങ്ങിയാലും തിരിച്ച് വീണ്ടും അത് വരും എന്നുള്ള തിയറി പറയുന്നു അല്ലേ. ബിഗ് ബാങ് തിയറി പറയുന്നു. സി വാട്ട് എവർ ഇറ്റ് ഈസ്,
അപ്പോൾ ഈ പറഞ്ഞൊരു പ്രപഞ്ചം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള പ്രപഞ്ചം എക്സ്റ്റേണൽ വേൾഡ് ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി ദ ഇൻറ്റേർണൽ വേൾഡ് അതും അവിടെ തന്നെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ആൻഡ് ഹെവർ പ്ലോസിബിൾ എനി തിയറി ഓഫ് ദ യൂണിവേഴ്സ് മേ സീം വിച്ച് അസേർട്സ് ദ പെർമനൻസ് ഓഫ് ദ വൺ ആൻഡ് ഡിനൈസ് ദാറ്റ് ദ അതർ. ദ തിയറിസ്റ്റ് ഹിംസെൽഫ് വിൽ ഫൈൻഡ് ദാറ്റ് ഇൻ ഹിസ് ഓൺ മെക്കാനിസം നോട്ട് വൺ കോൺഷ്യസ് ആക്ഷൻ ഈസ് പോസിബിൾ വിതൗട്ട് ദ പെർമനൻസ് ഓഫ് ബോത്ത് ദ ഇൻറ്റേർണൽ ആൻഡ് ദ എക്സ്റ്റേണൽ വേൾഡ്സ് ബീങ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ഇൻ ദ മോട്ടീവ് കോസ്. ഇപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ധാരാളം തിയറീസ് കേട്ടിട്ടുണ്ട് അല്ലേ, ഒരുപാട് തിയറീസ് കേട്ടിട്ടുണ്ട്. എക്സ്റ്റേണൽ വേൾഡ് ഉണ്ട്, അല്ലെങ്കിൽ പ്രപഞ്ചം നിലനിൽക്കുന്നു, നമ്മൾ ഓരോരുത്തരും പെർമനൻ്റ് ആയിട്ടിവിടെ നിലനിൽക്കുന്നില്ല, നമ്മളെല്ലാം ഇമ്മോർട്ടൽസ് ആണ് അല്ലേ, നമ്മൾ നശ്വരരാണ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം തിയറീസ് പറയുന്നുണ്ട്. പക്ഷേ ആ തിയറിസ്റ്റിന് തന്നെ വിൽ ഫൈൻഡ് that in his own mechanism not one conscious action is possible without the permanence of both the internal and the external worlds being one of the factors in the motive cause. അപ്പോൾ ബാഹ്യമായ പ്രപഞ്ചത്തെക്കുറിച്ച് ധാരാളം സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തിയറിസ്റ്റിന് തന്നെ യഥാർത്ഥത്തിൽ ഒരു തിയറി പോലും ഉണ്ടാക്കാൻ കഴിയില്ല. എപ്രകാരത്തിലാണെങ്കിൽ തൻ്റെ ആന്തരികമായ പ്രപഞ്ചം എന്ത് ചെയ്യുന്നു, ബാഹ്യമായ പ്രപഞ്ചവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ, അതായത് ബാഹ്യമായ പ്രപഞ്ചത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന് ധാരണ കൊടുക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ആന്തരികമായ പ്രപഞ്ചമാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എക്സ്റ്റേണൽ നിലനിൽക്കുന്നു എങ്കിൽ ഇൻറ്റേർണൽ ഈസ് ഓൾസോ ദെയർ. അപ്പോൾ എക്സ്റ്റേണലും ഇൻറ്റേർണലും എന്ന് പറയുന്നത് ദേ ആർ നോട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലെ, അത് രണ്ടല്ല, പകരം അവ ഒന്ന് തന്നെയാണ്. രണ്ടായി ഇരുന്നു കൊണ്ട് അവ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം, ആക്ച്വലി അത് ഒന്ന് തന്നെയാണ് അല്ലേ. നമ്മൾ പറയുന്ന ദ്വൈതവാദത്തിൽ നിന്ന് മാറിയിട്ട് നമ്മൾ അദ്വൈതം എന്ന് പറയുന്ന ചിന്താധാരയിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് സ്വാമി ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി തുടർന്ന് അദ്ദേഹം പറയുന്നു, ബട്ട് നൗ കംസ് ദ ഡിഫിക്കൽറ്റി, ഐ കനോട്ട് തിങ്ക് ഓഫ് മൈസെൽഫ് ഓർഡിനറിലി ആസ് എനിത്തിങ് എൽസ് ബട്ട് എ ബോഡി. അപ്പോൾ എനിക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യം ഞാൻ ഈ ഒരു ശരീരം മാത്രമാണ് എന്നുള്ള ധാരണയാണ്. My idea of my own permanence includes my idea of myself as a body, but the body is obviously impermanent, as is the whole of nature, a constantly vanishing quantity. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് ഒരിക്കലും എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ശരീരം മാത്രമാണ് താൻ എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ശരീരം എന്ന് പറയുന്നത് എന്താണ്, അത് ഇംപെർമനൻ്റ് ആണ്, അത് മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് തന്നെ അറിയാം, നമ്മൾ വീണ് നമുക്ക് ബോധം വന്ന് തുടങ്ങുന്ന സമയം മുതൽ യഥാർത്ഥത്തിൽ ബോഡിയിൽ നമ്മൾ കാണുന്നത് ചേഞ്ചസ് ആണ് അല്ലേ. അപ്പോൾ നമ്മളുടെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പല കാലഘട്ടങ്ങളിലുള്ള നമ്മുടെ ഫോട്ടോഗ്രാഫ്സ് വാരി ഇങ്ങനെ നിരത്തിയിട്ടതിന് ശേഷം നമ്മൾ നോക്കണം ഇതിൽ ഏത് ഞാനാണ് യഥാർത്ഥ ഞാൻ. ചില ഫോട്ടോസ് കണ്ടാൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ, എനിക്ക് ഇങ്ങനെ രൂപം ഉണ്ടായിരുന്നു എന്ന് അല്ലേ. ശരിക്കും ഈ പറഞ്ഞ ഒരുപാട് ചേഞ്ചസ് എവറി നൗ ആൻഡ് ദെൻ വി ആർ സബ്ജക്റ്റഡ് ടു ചേഞ്ച്. നമ്മളിങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. വില്യം ഷേക്സ്പിയർ പറഞ്ഞതുപോലെ ചേഞ്ച് ഈസ് ദ ഓൺലി അൺചേഞ്ചിങ് തിങ് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിൽ മാറ്റമില്ലാത്തതായിട്ട് നിലനിൽക്കുന്നത് മാറ്റം മാത്രമാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ നേച്ചർ പോലെയാണോ, നേച്ചറും എന്ത് ചെയ്ത് മാറിക്കൊണ്ടിരിക്കുന്നു, എവറി ടൈം ഇറ്റ് ചേഞ്ചസ്, വെയർ ദെൻ ഈസ് ദിസ് പെർമനൻസ്. അപ്പോൾ എവിടെയാണ് ഈ ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഈ ഒരു സ്ഥിരത എവിടെയാണ് എന്ന് സ്വാമി ചോദിക്കുന്നു. ആൻഡ് ദർ ഈസ് വൺ മോർ വണ്ടർഫുൾ ഫിനോമിനൻ കണക്റ്റഡ് വിത്ത് അവർ ലൈഫ്സ് വിതൗട്ട് വിച്ച് ഹു വിൽ ബി ഏബിൾ ടു ലിവ്, ഹു വിൽ ബി ഏബിൾ ടു എൻജോയ് ലൈഫ് എ മൊമെൻറ്റ്, ദ ഐഡിയ ഓഫ് ഫ്രീഡം. ഇനി ഈ പെർമനൻസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ് സ്വാതന്ത്ര്യം അല്ലേ. സ്വാതന്ത്ര്യം എന്നൊരു സാധനം ഇല്ല എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തിനെ ജീവിക്കാൻ സാധിക്കുക, നമുക്ക് എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക, ഈ ഒരു നിമിഷത്തിനെ അറിയാൻ സാധിക്കുക എന്നാണ് സ്വാമി ചോദിക്കുന്നത്. സോ ഫ്രീഡം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. അപ്പോൾ പെർമനൻസ് വേണം, അതുപോലെ തന്നെ ലിബർട്ടി അല്ലെങ്കിൽ എമാൻസിപ്പേഷൻ അല്ലെങ്കിൽ ലിബറേഷൻ വേണം, സ്വാതന്ത്ര്യം വേണം, ഫ്രീഡം വേണം. ഈ രണ്ട് ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്കെപ്പോഴും ഞാൻ എന്ന് പറയാനായിട്ട് സാധിക്കുക എന്നാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് ഈ ഞാനെന്ന് പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന അത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലേ. വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നു. ബട്ട് അഗെയിൻ ദ സെയിം ഡിഫിക്കൽറ്റി ഈസ് ഓൾസോ ദെയർ, വാട്ട് ഈസ് ഫ്രീ. അപ്പോൾ ഇതിനെ നമ്മൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ഒരു പ്രശ്നമുണ്ട്. യഥാർത്ഥത്തിൽ സ്വതന്ത്രമായത് എന്താണ് സ്വാതന്ത്ര്യം? ദ ബോഡി ഓർ ഈവൻ ദ മൈൻഡ്? ശരീരമാണോ സ്വതന്ത്രമാകേണ്ടത്, അതോ മനസ്സാണോ അല്ലേ? വീണ്ടും പറയുന്നു, ഇറ്റ് ഈസ് അപ്പാരൻറ്റ് ടു ഓൾ ദാറ്റ് ദേ ആർ ആസ് മച്ച് ബൗണ്ട് ബൈ ലോസ് ആസ് എനിത്തിങ് എൽസ് ഇൻ ദ യൂണിവേഴ്സ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു, യൂണിവേഴ്സിറ്റിയിലെ എല്ലാ സാധനങ്ങളും പോലെ തന്നെ ബൗണ്ടാണ്, മീൻസ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ഡിഫറെൻറ്റ് തിങ്സ്. നമുക്കൊരിക്കലും നമ്മുടെ ശരീരത്തെക്കുറിച്ച് ഈ പറഞ്ഞ പെർമനൻസും ഫ്രീഡവും വെച്ച് പറയാൻ സാധിക്കില്ല. കാരണം ബോഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 എലമെൻസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. നമുക്കത് കിട്ടിയത് എന്താണ്, ത്രൂ അവർ പേരൻസ്. അത് എവിടെ നിന്ന് വന്നു? സോ ഇറ്റ്സ് കണക്റ്റഡ് ടു ദ യൂണിവേഴ്സ്. ഡെഫിനറ്റ്ലി നമുക്കറിയാം ഈ നേച്ചറുമായിട്ട് കണക്റ്റഡ് ആണ്. ദെൻ വാട്ട് അബൌട്ട് ദ ഫ്രീഡം? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ നമുക്കറിയാം നമ്മൾ സ്വതന്ത്രരല്ല. കാരണം ഇറ്റ് ഈസ് ബൗണ്ട്, പലതിലേക്ക് നമ്മളിങ്ങനെ ചട്ടക്കൂടുകളിലേക്ക് നമ്മൾ പെട്ടിരിക്കുന്നു
അല്ലേ? റൂസോ എന്ന് പറയുന്ന ചിന്തകൻ പറഞ്ഞതുപോലെ മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീ ഈസ് ഇൻ ചെയിൻസ്. അപ്പോൾ ഇത് രണ്ടുമല്ല യഥാർത്ഥത്തിൽ നമ്മൾ എന്നാണ് സ്വാമി ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ നമുക്കുള്ളൊരു വലിയൊരു പ്രോബ്ലമാണ് ഈ പറഞ്ഞൊരു സംഗതി എന്ന് പറഞ്ഞാൽ, അല്ലേ? നമ്മൾ ബൗണ്ടായിരിക്കുന്നൊരു സംഗതിയും നമ്മൾ ബൗണ്ടായിട്ടിരിക്കാത്തൊരവസ്ഥയും, നമ്മൾ ബന്ധനസ്ഥനായിരിക്കുന്നതും ബന്ധനസ്ഥനായി ഇരിക്കാത്തതുമായൊരവസ്ഥയാണ്, അല്ലേ? അപ്പോൾ ശരീരം അതുപോലെ തന്നെ മനസ്സ് തുടങ്ങിയതെല്ലാം തന്നെ പലതുമായിട്ട് ബന്ധനത്തിലാണ്, അല്ലെങ്കിൽ ബന്ധിപ്പിക്കപ്പെട്ടതാണ്. എന്നാൽ ഇതല്ലാതെ നമ്മളിരിക്കുന്ന ദ മോസ്റ്റ് പെർമനൻറ്റ് ആൻഡ് ദ മോസ്റ്റ് ഫ്രീ ആയിരിക്കുന്നത് എന്താണ്? സോ ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. The only other alternative possible then is to acknowledge in harmony with our nature that there is something in us which is free and permanent. അപ്പോൾ നമ്മളിത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ ഒന്നിനോടും ബൗണ്ടായിരിക്കാത്ത, ഒന്നുമായും ബന്ധപ്പെട്ടിരിക്കാത്ത, അബ്സല്യൂട്ട് ഫ്രീ ആയിരിക്കുന്ന, അബ്സല്യൂട്ട് പെർമനൻ്റ് ആയിരിക്കുന്ന എന്തോ ഒരെണ്ണം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു എന്നാണ് സ്വാമി പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദ ബോഡി, നെയ്തർ ഇറ്റ് ഈസ് ദ മൈൻഡ്. പക്ഷെ അതൊരിക്കലും നമ്മുടെ ശരീരമല്ല, നമ്മുടെ മനസ്സുമല്ല. ദ ബോഡി ഈസ് ഡൈയിങ് എവറി മൊമെൻറ്റ്, അല്ലേ? ഓരോ നിമിഷത്തിലും നമ്മുടെ ശരീരം മരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശീര്യതേ ഇത് ശരീരം, നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ ദഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദേഹം എന്ന് പറയുന്നു. ദ മൈൻഡ് ഈസ് കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ്. മനസ്സിൻ്റെ കാര്യം എന്താണ്? മനസ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കുരങ്ങിനെ പോലെയാണെന്നാണ്, അല്ലെ? എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു, കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ് മനസ്സ്. അതുകൊണ്ടാണ് നമ്മൾ യോഗശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ചിത്ത വൃത്തി നിരോധിത്വം എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ ഈ ചിത്തത്തിൽ വരുന്ന, അതിൽ നടക്കുന്ന വൃത്തികൾ അല്ലെങ്കിൽ അതിൽ നടക്കുന്ന പ്രവൃത്തികൾ നമ്മൾ നിരോധിക്കുക. അപ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ എന്തിലേക്ക് പോകാൻ പറ്റുന്നത്? യഥാർത്ഥ സത്തയിലേക്ക് അല്ലെങ്കിൽ അബ്സല്യൂട്ട് ട്രൂത്തിലേക്ക് പോകാൻ സാധിക്കുക. അപ്പോൾ മനസ്സ് എന്ന് പറയുന്നത് പെർമനൻ്റ് അല്ല, ശരീരം എന്ന് പറയുന്നത് പെർമനൻ്റ് അല്ല, അത് രണ്ട് ഫ്രീയുമല്ല എന്നാണ്. The body is a combination and so is the mind, and as such can never reach to a state beyond all challenge. But beyond this momentary sheathing of gross matter, beyond even the finer covering of the mind is the Atman. അപ്പോൾ സ്വാമി വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്, അല്ലേ? ദ മൊമെൻ്ററി ഷീത്തിങ് ഓഫ് ഗ്രോസ് മാറ്റർ. അപ്പോൾ നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്ന ആ ഗ്രോസ് മാറ്റർ, അതുപോലെ ബിയോണ്ട് ഈവൻ ദ ഫൈനർ കവറിങ് ഓഫ് ദ മൈൻഡ്, മനസ്സിൻ്റെ ഏറ്റവും നേർത്ത ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ആ ഒരു കവറിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂടുപടത്തിനും അപ്പുറത്ത് നമുക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് ആത്മൻ, ദ ട്രൂ സെൽഫ് ഓഫ് മാൻ. അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സ്വത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദ പെർമനൻ്റ് ആയിട്ടുള്ള സംഗതി, ഏറ്റവും എന്താ പറയുക സ്ഥിരമായിട്ട് നിൽക്കുന്നത് അതാണ്. അതിനാണ് നാശമില്ലാത്തത്. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ അന്വേഷിക്കുന്ന ആത്മാവ് അല്ലെങ്കിൽ ആത്മൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പെർമനൻറ്റ് ആൻഡ് ദ എവർ ഫ്രീ. ഇത് പെർമനൻ്റ് ആണ്, അറ്റ് ദ സെയിം ടൈം ഇത് എവർ ഫ്രീ ആണ്, എല്ലായ്പ്പോഴും അത് സ്വതന്ത്രമാണ്. അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് സ്വാമി ഇത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അദ്ദേഹം തുടർന്ന് പറയുന്നു, ഫ്രീഡം ഈസ് ഓൺലി പോസിബിൾ ടു ദ ബീയിങ് ഹു ഈസ് ബിയോണ്ട് ഓൾ കണ്ടീഷൻസ്, ഓൾ ലോസ്. അപ്പോൾ എല്ലാ നിയമങ്ങളുടെയും അതുപോലെ തന്നെ എല്ലാ കണ്ടീഷൻസിൻ്റെയും, അല്ലെ, എല്ലാ തരത്തിലുള്ള വ്യവസ്ഥകളുടെയും അപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നത്. ഓൾ ബോണ്ടേജസ് ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ്. ഐൻസ്റ്റോണിക് ഫിസിക്സ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കോസ് ആൻഡ് ഇഫക്റ്റ്, അല്ലേ? അപ്പോൾ നമുക്കിവിടെ കർമ്മ സിദ്ധാന്തത്തിൽ നമ്മൾ പറയുന്നൊരു സംഗതിയാണ് കോസ് ആൻഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ് ആൻഡ് ഇഫക്റ്റിൻ്റെ എല്ലാ തരത്തിലുള്ള ബോണ്ടേജസ്, എല്ലാ തരത്തിലുള്ള ബന്ധനങ്ങളിൽ നിന്നും പുറത്തു പോകുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് ജനിമൃതി ചക്രം എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? നിരന്തരമായ കർമ്മ ബന്ധനങ്ങളാണ്. അപ്പോൾ പ്രാരബ്ധ കർമ്മങ്ങൾ, ഇങ്ങനെ ധാരാളം കർമ്മങ്ങളുണ്ട്, സഞ്ചിത കർമ്മങ്ങളുണ്ട്, ആർജിത കർമ്മങ്ങളുണ്ട്, അല്ലേ? അപ്പോൾ ഈ എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും നമ്മൾ മുക്തനാകുമ്പോൾ അതാണ് നമ്മൾ ജീവൻ മുക്തൻ എന്ന് പറയുന്നു, അല്ലേ? ജീവൻ മുക്തനായ ഒരു അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ പറയുന്ന ഫ്രീഡം ലഭിക്കുന്നത്. ഇൻ അതർ വേർഡ്സ്, ദ അൺചേഞ്ചബിൾ എലോൺ ക്യാൻ ബി ഫ്രീ. അപ്പോൾ അൺചേഞ്ചബിളായ ഒരാളുടെ മാത്രമേ ഫ്രീ ആവാൻ സാധിക്കുകയുള്ളൂ. ഏതൊരുവനാണോ തൻ്റെ ആത്മസത്യത്തിനെ തിരിച്ചറിഞ്ഞത് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം നേടിയത്, അവന് മാത്രമേ സ്വതന്ത്രനായിരിക്കാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് ദെയർ ഫോർ ഇമ്മോർട്ടൽ. അങ്ങനെ ഒരാൾ തീർച്ചയായിട്ടും അനശ്വരനായിരിക്കും എന്നും സ്വാമി പറയുന്നു. ദിസ് ബീയിങ്, ദിസ് ആത്മൻ, ദിസ് റിയൽ സെൽഫ് ഓഫ് മാൻ, ദ ഫ്രീ, ദ അൺചേഞ്ചബിൾ ഈസ് ബിയോണ്ട് ഓൾ കണ്ടീഷൻസ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ഒരു ബീയിങ് അല്ലെങ്കിൽ ഈ ഒരു ആത്മൻ അല്ലെങ്കിൽ ദ റിയൽ സെൽഫ് ഓഫ് മാൻ, നമുക്കിതിന് ധാരാളം പേരുകളിൽ പല ഭാഗങ്ങളിലും പല സംസ്കാരങ്ങളിലും അറിയപ്പെടുന്നുണ്ട്, അല്ലെ? റൂഹ് എന്ന് പറയുന്നു, ബയോപ്ലാസ്മ എന്ന് പറയുന്നു, വൈറ്റൽ എനർജി എന്ന് പറയുന്നു, അല്ലേ? അല്ലെങ്കിൽ എന്താണ് ദ ട്രിനിറ്റി, നമുക്ക് ക്രിസ്ത്യാനിറ്റിയിൽ കാണുന്ന ട്രിനിറ്റി ഉണ്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, അല്ലേ? ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നതിൽ പറയുന്നു, കീ എന്ന് പറയുന്നു, അതുപോലെയാണ് എന്താ പറയുക ബറാക്ക എന്ന് പറയുന്നു, അല്ലേ? അപ്പോൾ എത്രയോ പേരുകളിലാണ് നമ്മൾ ഈ പറയുന്ന ഈ ഒരു ചൈതന്യത്തിനെ അറിയുന്നതെന്നാണ്. അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ സംസ്കാരങ്ങളിലും ഈ ഒരു ചൈതന്യത്തിന് പേരുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അല്ലേ? അതാണ് ഇവിടെ ബീയിങ് അല്ലെങ്കിൽ ദ റിയൽ സെൽഫ് ഓഫ് മാൻ ഈസ് ദെയർ ഫോർ
unchangeable and is beyond all conditions, and as such it has neither birth nor death. അല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതിക്ക് എന്തില്ല, മരണവുമില്ല ജനനവുമില്ല എന്നാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്, അതാണ് ചോദ്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദ സോൾ ഈസ് ഇമ്മോർട്ടൽ. അങ്ങനെ ഇമ്മോർട്ടലായ ഒന്നിനെ ആർക്കും തന്നെ അനിഹിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷേക്സ്പിയർ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഡ്രാമ മാത്രമാണ് അല്ലേ. ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ്. അപ്പോൾ നമുക്ക് എത്തേണ്ട ദൂരം എവിടെയാണ്? സോ വി ആർ ഫാർ ഫാർ എവേ ഫ്രം ദ ട്രൂത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിലേക്ക് സഞ്ചരിച്ചു കൊണ്ട് ഇരിക്കണം എന്നുള്ളതാണ്, പരമമായ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കണം എന്നാണ് സ്വാമി പറയുന്നത്. വിതൗട്ട് ബർത്ത് ഓർ ഡെത്ത്, എറ്റേണൽ, എവർ എക്സിസ്റ്റിംഗ് ഈസ് ദിസ് സോൾ ഓഫ് മാൻ. അപ്പോൾ എത്ര മനോഹരമാണ് ഈ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ അല്ലേ. ജനനമില്ല, മരണമില്ല, എറ്റേണലാണ് അല്ലേ, അനശ്വരമാണ്, എവർ എക്സിസ്റ്റിംഗ് ആണ്, എല്ലായ്പ്പോഴും നിലനിൽക്കുന്നതാണ്. ഈസ് ദിസ് സോൾ ഓഫ് മാൻ. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, യഥാർത്ഥത്തിൽ ആത്മാവുണ്ടോ, ആത്മാവ് പറഞ്ഞ സാധനം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ടോ, എന്താണ് ആത്മാവ്? അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പലരും അങ്ങ് അസന്നിഗ്ധമായിട്ട് പറയുന്നുണ്ട് എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ് ആത്മാവ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു അല്ലേ. അതിൻ്റെ വിന്യാസങ്ങൾ തന്നെയാണ് നമ്മുടെ ചുറ്റായി കാണുന്നത്. അത് നമ്മളിൽ മാത്രം. അപ്പോൾ അതാ പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരും ചെറിയ ചെറിയ യൂണിറ്റുകളായി ചിന്തിക്കുമ്പോൾ കമ്പാർട്ട്മെൻ്റലൈസേഷനിലാണ് നമ്മൾ ചിന്തിച്ച് പോകുന്നത്. അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശരിക്കും സ്ട്രോങ് ആകുന്നത്. മോഡേൺ സയൻസ് പറയുന്നുണ്ട്, ദ തിങ്സ് ദാറ്റ് വി സീ അറൗണ്ട് us ആർ ദ ഡിഫറെൻറ്റ് മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദ സെയിം പൊട്ടൻഷ്യൽ. നമ്മുടെ ചുറ്റായി കാണുന്ന ഓരോന്നും ഒരേ ഊർജ്ജത്തിൻ്റെ വിഭിന്നമായ രൂപാന്തരങ്ങളാണ്. എത്ര മനോഹരമായ ഒരു സങ്കല്പമാണ് നമ്മളിവിടെ കാണുന്നതെന്നാണ്. അപ്പോൾ ഈ ഒരു മഹത്തായ ദിവസത്തിൽ ഈ ഒരു സന്ദേശം തരാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ധാരാളം പുസ്തകങ്ങൾ, വിവേകാനന്ദ സാഹിത്യ സംഗ്രഹമുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ സമയം, ഇതൊരു വളരെ ചെറിയൊരു പുസ്തകമാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള അധ്യായങ്ങൾ നമുക്ക് ഇതുപോലെയുള്ള ഇടവേളകളിൽ സംസാരിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ പേഷ്യൻ്റ് ആൻഡ് കൈൻഡ് ലിസണിങ്. കൈൻഡ്ലി പ്രൊമോട്ട് ദിസ് ഐഡിയാസ് ടു അതേഴ്സ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുന്നൊരു കാര്യം, പല ആളുകളും മെസ്സേജ് അയച്ച് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അവർക്ക് പറയാനുള്ള ചില പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഷെയർ ചെയ്യാൻ എന്താണ് കോൺടാക്റ്റ് നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇമെയിൽ ID തരാം, esparanormal999@gmail.com എന്ന് പറയുന്ന മെയിൽ ID-യിലേക്ക് നിങ്ങളുടെ ഏറ്റവും ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ എഴുതി അയക്കാം. തീർച്ചയായിട്ടും അതിന് മറുപടി തരാൻ സമയം കിട്ടുമ്പോൾ, മറുപടി ലഭിക്കുമ്പോൾ, ചില പ്രശ്നങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മനീഷികളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം തരാൻ. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ അറിയാമെങ്കിൽ ഇത്തരം അറിവുകൾ കാലഹരണപ്പെട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ മുൻകരുതൽ എന്നുള്ള രീതിയിൽ അല്ലേ, നിങ്ങൾ വിശ്വസിക്കുകയോ ഇല്ലാതിരിക്കുകയോ ഒക്കെ അതൊന്നും ഒരു വിഷയമേ അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്കൊന്ന് എഴുതി അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളത് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത്, ഈ ചാനലിൽ പല ആളുകളുടെയും റെഫറൻസുകൾ പറയുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ മാത്രമാണ് അവരുടെ ഫോൺ നമ്പർ കൊടുക്കാൻ പറയുന്നത്, അതായത് പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആളുകൾ. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നുണ്ട്, അവരെ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം. പക്ഷേ ചാനലിന് അതുമായിട്ട് ബന്ധമില്ല. ഇനി അതേപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഇടയ്ക്ക് ചില ആളുകളുടെ അല്ലെങ്കിൽ നമുക്കുണ്ടായ ചില എക്സ്പീരിയൻസ് പറഞ്ഞ് ചില വ്യക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്, പരാമർശിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് അവരുടെ ഫോൺ നമ്പറോ ബാക്കി ഡീറ്റെയിൽസോ ഞങ്ങളോട് ചോദിക്കരുത്. കാരണം അത് ഒരിക്കലും ഒരു പ്രൊമോഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടല്ല ഞങ്ങളത് പറയുന്നത്. എനിക്കുണ്ടായ അല്ലെങ്കിൽ ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളാണ്. തീർച്ചയായിട്ടും അതൊരു വ്യാജമായ പൊള്ളത്തരമല്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ് അങ്ങനെയുള്ള വ്യക്തികളുടെ പേര് നമ്മൾ പരാമർശിച്ച് പറയുന്നത്. ഒരിക്കലും നമ്മൾ അവരിലേക്ക് സജഷൻസ് തരില്ല. അപ്പം നിങ്ങളുടെ നിയോഗമാണ്, നിങ്ങൾക്ക് കണ്ടെത്താം. ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചുവെങ്കിൽ ടെക്നോളജിക്കലി അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ മെത്തേഡുകളിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അത് നിങ്ങളുടെ നിയോഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ ആ ഒരു സന്ദേശം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുക. നമ്മുടെ ഉള്ളിൽ തീർച്ചയായിട്ടും എവർലാസ്റ്റിംഗ് യൂത്ത്ഹുഡ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എറ്റേണൽ യൂത്ത് ഉണ്ടായിരിക്കണം എന്നാണ് അല്ലേ. അനശ്വരമായ യുവത്വം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നിർത്തുക. ആ നിർത്തുന്നത് യഥാർത്ഥത്തിൽ അന്വേഷണ ത്വരതയിലേക്ക് ആയിരിക്കണം, നമ്മൾ എത്താൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ചിന്തകളിലേക്കായിരിക്കണം. സോ താങ്ക് യു വെരി മച്ച്. കീപ്പ് ഓൺ വാച്ചിങ്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ പ്രഷ്യസ് ടൈം. ഹാവ് എ ഗ്രേറ്റ് ഇയർ അഹെഡ്. താങ്ക് യു വെരി മച്ച്.